ഞങ്ങളുടെയൊക്കെ കയ്യിലൊരു ജിഫ് ഉണ്ട് അൻസിബയുടെ. മറ്റേ താഴെ വീഴുന്നാണോ? ഏതാണെന്ന് പറയാമോ? മറ്റേ ആശ ചേച്ചി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പേടിച്ച് താഴെ വീഴുന്നല്ലേ. അത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞങ്ങൾ അത് എടുത്തു വെച്ചേക്കതാ. ഇത് കുറേ പേര് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ തമാശയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇത്ര ചളി പറയരുതെന്നും പറഞ്ഞ് ഇത് തന്നെ അയച്ചു തരാറുണ്ട്. പിന്നെ ഞാൻ എവിടെ ചെല്ലുമ്പോഴും എനിക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചേച്ചിക്ക് ഒരു സാധനം കാണിക്കട്ടെ, ചേച്ചി ദേഷ്യം പിടിക്കുമോ? അപ്പോഴേ എനിക്ക് മനസ്സിലാവും ഇത് കാണിക്കാനാണ്. എനിക്ക് എന്തിനു ദേഷ്യം പിടിക്കണം? ആക്ച്വലി എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, കാരണം ഒക്കെ ഒരു ഭാഗ്യല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ഒരു ഫോട്ടോ കണ്ടു എൻസിബയുടെ ഇൻസ്റ്റഗ്രാമില്. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. എന്താണ്? അയ്യോ അല്ല, ഇതാ നമ്മുടെ മമ്മൂക്കയുടെ കൂടെയുള്ള ഈ ഫോട്ടോ. ഇതെന്ത് മമ്മൂക്ക എടുത്ത ഫോട്ടോ ഏതായിരുന്നു? മമ്മൂക്ക ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ഫോട്ടോ ഓർമ്മയുണ്ടോ? നോർമൽ ആ കോസ്റ്റ്യൂമിൽ തന്നെയുള്ള ഫോട്ടോ. അൻസിബയുടെ ഫോട്ടോ? ആ, എന്റെ ഫോട്ടോ. അതൊന്നും പബ്ലിഷ് ചെയ്ത് കണ്ടില്ലല്ലോ ഇൻസ്റ്റഗ്രാമിൽ. അതുണ്ട്, അത് ഞാൻ പിന്നെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതൊക്കെ കാണുന്നു, അതിലുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ഫോട്ടോ മമ്മൂക്കൊക്കെ ഭയങ്കര ഫോട്ടോഗ്രാഫി ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും എടുക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കും ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ കേൾക്കേണ്ട താമസം ഞാൻ ഭയങ്കര സന്തോഷവതിയായിട്ട് പോയി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. മമ്മൂക്ക എടുത്ത ഫോട്ടോ. ഓ അത് ശരി, എവിടെ ഇട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കും, എന്നിട്ട് നമുക്കൊക്കെ ഇഷ്ടമായെങ്കിൽ മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പൊ നമുക്കൊക്കെ ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ എനിക്ക് എയർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ. കാരണം ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും നല്ല ഫോട്ടോ ആണെന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് തരുള്ളൂ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ, CBI 5 ലൊക്കേഷനിലായിരിക്കും ഒത്തിരി കേക്ക് മുറിക്കലുണ്ട് മമ്മൂക്കയുടെ കൂടെ. അത് ശ്രദ്ധിച്ചായിരുന്നു? എല്ലാ കേക്കും മമ്മൂക്കയുടെ കൈ കൊണ്ട് ഇങ്ങനെ വായിലിട്ട് വരാൻ വേണ്ടിയിട്ട് ഓടി എല്ലാരും ചെല്ലും. ഞാൻ ആദ്യം ഉണ്ടാവും, കാരണം എപ്പോഴും കിട്ടൂലല്ലോ ഈ ഭാഗ്യം. എത്ര ഫോട്ടോ ആണെന്നറിയോ മമ്മൂക്കയുടെ കൂടെ കേക്ക് മുറിക്കല്. അത് കേക്ക് മുറിക്കൽ മാത്രമല്ല, വാങ്ങിക്കാനായിട്ട് പോയി. അത് ന്യൂ ഇയർ, ക്രിസ്മസ്, പിന്നെ CBIയുടെ ആഘോഷം, അങ്ങനെ കുറെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് വരുവാണെങ്കിലും എപ്പോഴും അവിടെ ഈ CBIയിൽ ഒരു ഫീമെയിൽ ഓഫീസർ, കൂടെയുള്ള ഓഫീസർ ഞാനാണ്. അപ്പൊ വേറെ ആരും ഇല്ല. അപ്പൊ അത് കാരണം എനിക്ക് അതൊരു എന്താ പറയാ അഡ്വാൻറ്റേജ് ആയി എന്ന് പറയാം. അപ്പൊ എപ്പോഴും ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉള്ള കൂട്ടത്തിൽ പെൺകുട്ടി എന്നുള്ള ഒരു മര്യാദക്ക് ആദ്യം എനിക്ക് തരും. അങ്ങനെ ഒരു പെറ്റായിരുന്നല്ലേ CBI 5ന്റെ ലൊക്കേഷനിൽ. അങ്ങനെ ഒരു സ്നേഹം എല്ലായിടത്തും എക്സ്ട്രാ ഉണ്ടായിരുന്നു. കുറെ സമയമൊക്കെ നമ്മൾ സങ്കടപ്പെട്ടില്ലേ, നല്ല കഥാപാത്രങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ സിനിമ കുറെ സമയം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നു. ആ വിഷമങ്ങളെല്ലാം CBI 5 തീർത്തോ? അങ്ങനെ ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് അന്ന് ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും ഇതൊന്നും ഇത്ര പോപ്പുലർ ആയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പ്രോപ്പർ ഓഡീഷനൊക്കെ ഉണ്ട് എന്ന് പോലും അറിയുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ഭാഗ്യത്തിന് ദൃശ്യത്തിന് എനിക്ക് ഓഡീഷന് പങ്കെടുക്കാൻ പറ്റി, സിനിമ കിട്ടി. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചു, ഇന്ത്യയിൽ തന്നെ ഇത്രയും ഹിറ്റായ ഒരു സിനിമ, അതിൽ ഞാൻ പാട്ടാണ്, അപ്പൊ എനിക്കിനി കുറെ പടം കിട്ടും, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു.